കാശ്മീരിൻ്റെ ഫേമസ് ആയ വാൾനട്ട് ഫഡ്ജ് ട്രൈ ചെയ്ത് അവിടുത്തെ ഗോൾഡൻ ലേക്കിൽ ശിക്കാരി വെള്ളം തുഴഞ്ഞ് അവിടുത്തെ ഒഴുകി നടക്കുന്ന ഈ ഫ്രൂട്ട്സ് മാർക്കറ്റും കൺവീനിയൻസ് സ്റ്റോറും അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സും പിന്നെ അവിടുത്തെ വലിയ ഹൗസ് ബോട്ടുകളും ആ ലേക്കിൽ ഒഴുകി നടക്കുന്ന ഈ വീടും പിന്നെ ആ ലേക്കിൽ വെച്ച് തന്നെ അവിടുത്തെ ഫേമസ് ആയ കവാ ടീയും കുടിച്ച് കാശ്മീരിലെ തണുപ്പിൽ മാത്രം കിട്ടുന്ന ഈ മട്ടൻ ഹരീസയും കഴിച്ച് പിരിയുന്ന ഈ കാശ്മീരിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിന്ന് കുറച്ച് മധുരം കഴിച്ചിട്ട് ദാൽ ലേക്കിലോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി ഞങ്ങൾ വന്നേക്കുന്നത് കാശ്മീരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാൾനട്ട് ഫഡ്ജ് കഴിക്കാനാണ്. 1896 മുതൽ ബ്രിട്ടീഷുകാർക്ക് വാൾനട്ട് ഫഡ്ജ് കൊടുത്ത് തുടങ്ങിയ ഒരു ഷോപ്പാണിത്. ഇവർക്ക് 7 സ്റ്റോറുകളുണ്ട് കാശ്മീരിൽ. അതിൽ ആ പട 2 പ്രൊഡക്റ്റേ ഉള്ളൂ. അതിൽ ഒന്ന് വാൾനട്ട് ഫഡ്ജും പിന്നെ ജിഞ്ചർ ബിസ്ക്കറ്റും. ജിഞ്ചർ ബിസ്ക്കറ്റ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഷെൽഫ് മൊത്തം ഇവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൾനട്ട് ഫഡ്ജ് മാത്രമായിരിക്കുന്നത്. അത് ഇവിടെ തന്നെ ഉണ്ടാകുന്ന കുങ്കുമപ്പൂ വെച്ച് 5 കോടി കൊടുത്തിട്ട് പോലും ഇതിൻ്റെ സീക്രട്ട്, അതായത് ഇതിൻ്റെ റെസിപ്പി ഒരിക്കലും റിവീൽ ചെയ്യാത്ത, അതായത് നമ്മുടെ കാശ്മീരിൻ്റെ അഹങ്കാരമായ മൂൺലൈറ്റ് ഫഡ്ജ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇത്രയും ദൂരം ഇവിടെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇതിനകത്ത് എനിക്ക് മനസ്സിലായി ഇത് അടിപൊളിയായിരിക്കും. ഞങ്ങൾ കുറേ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ. പക്ഷേ ഒന്നൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കി അടിപൊളിയാണ് ഇപ്പം തന്നെ ഞങ്ങൾ പാക്ക് ചെയ്യുക. ഓ അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. അത് ട്രസ്റ്റ് മീ, ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇന്നേ വരെ കിട്ടി കാണില്ല. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല. ഹണി, വാൾനട്ട്, ഓഫ് കോഴ്സ്, പിന്നെ എന്തൊക്കെയോ രുചി എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആണ് കാശ്മീർ വന്ന്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ സാധനം അടിപൊളി. വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഞാൻ ഒരു ലോഡ് തന്നെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കിലോയാണ് മേടിച്ച് കൊട്ടിരിക്കുന്നത്. കാരണം ഇത് എനിക്ക് പറ്റത്തില്ല. കാരണം ഇനി ഇവിടെ വന്ന് ഇത് ട്രൈ ചെയ്യാനെ കൂടെ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറേയേറെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് നേരെ ദാലിലേക്ക് പോകും. അവിടെ പോയി ഷിക്കാർ റൈഡിൽ ഈ കവാ ടീയൊക്കെ കുടിച്ച് ഞങ്ങൾ ഈ സ്വീറ്റ്സ് കഴിക്കാനാണ് പ്ലാന്. ഇതാണ് ദാലിലേക്ക്. ഇതിൻ്റെ മെയിൻ സ്പോട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 200 മീറ്റേഴ്സ് മുന്നോട്ട് വന്നാൽ ഇതുപോലെ തിരക്കില്ലാതെ റേറ്റ് കുറഞ്ഞ് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ 250 രൂപയാണ് പറയുന്ന മണിക്കൂറിന്. എന്നാൽ നമുക്ക് ബാർഗൈനൊക്കെ ചെയ്യാനും പറ്റും. പിന്നെ ഞങ്ങളിപ്പോൾ പതിയെ ഈ ശിക്കാരി കയറി പതിയെ ഞങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഓരോരുത്തർ തുഴഞ്ഞു വരികയും പിന്നെ താറാവും പിന്നെ ഈ വീടൊക്കെ കാണുമ്പോൾ കണ്ട എല്ലാം ഇങ്ങനെ കമ്പയിൽ ഇങ്ങനെ കുത്തി പൊക്കി വെച്ച് വെക്കും. അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ട് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പിത്താൻ ഇതാണ്. ഒറ്റ ഒരെണ്ണത്തിൽ നീന്താൻ അറിയത്തില്ല. ഈ കപ്പിത്താനുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നതല്ല. അങ്ങനെ ഇപ്പം നമ്മൾ പതിയെ ഇപ്പം ഞങ്ങൾ മെയിൻ ഏരിയ ഉണ്ട് ഈ ദാൽ ലേക്കിൻ്റെ, അതായത് കൂടുതലും കച്ചവടങ്ങളും എല്ലാം നടക്കുന്ന ഇവിടെ അവിടോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാശ്മീരിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ അല്ലെങ്കിൽ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഷിക്കാർ റൈഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ രാവിലെയൊക്കെ വന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ലേക്കിൽ കൂടി ഇങ്ങനെ ദാൽ ലേക്കിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര രസമാണ്. ഇവിടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മാർക്കറ്റുകളും ATM എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം ഇവിടെ കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് ഇവിടുത്തെ മുസ്താഖ് ഭായ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ അതായത് ഇവിടുത്തെ സ്പെഷ്യൽ ടീയായ കവാൽ ടീയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടും. അത് ഭയങ്കര സ്പെഷ്യലാണ് പുള്ളിയുടെ. പക്ഷേ എന്തോ പുള്ളിയെ ഇവിടെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ചോദിച്ചവൻ പറയുന്നത് എന്തോ അസുഖമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അറിയത്തില്ല എന്താണെന്ന്. എന്തായാലും നിങ്ങൾ വരുമ്പോൾ എന്തായാലും പുള്ളിയുടെ നിന്നൊരു ടീ വാങ്ങിച്ച് കുടിക്കണം. പുള്ളി ഇവിടെ നമ്മുടെ ഈ ബോട്ടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് നമുക്ക് തരികയും ചെയ്യും. ഇടയ്ക്ക് ഇതുപോലെ കപ്പിത്താന് ചില കുസൃതികളൊക്കെ ഉണ്ട്. നമ്മളിതുപോലെ തൊട്ടടുത്തുകൂടെ കൊണ്ടുപോയി നമ്മളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെ. ഇവിടെ നമുക്ക് രാത്രിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടുന്ന ഡിന്നർ കഴിക്കാൻ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്.
പിന്നെ ഇവിടുത്തെ റേറ്റ് എന്നൊക്കെ പറയുന്നത് 1700 തൊട്ട് 1 നൈറ്റ് 7000 വരെയൊക്കെ പോയി. ഈ കാണുന്നതിനൊക്കെ 7000 പ്ലസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒത്തിരി ഫ്രൂട്ട് സെല്ലേഴ്സ് ഉണ്ട്. എനിക്കറിയത്തില്ല ഇവരെങ്ങനെ ഇതൊക്കെ ഒന്ന് താഴെ പോകാതെ കൃത്യമായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നതെന്ന്. ഇതാണ് കാശ്മീരിലെ ട്രഡീഷണൽ ഡ്രസ്സായ ഫിറാൻ. ഇവിടെ ട്രഡീഷണൽ രീതിയിൽ ഇവർ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്ത് തരികയും ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും ബിസി ആയിട്ടുള്ള ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ടില്ല, ഇഷ്ടം പോലെ ബോട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊട്ടടുത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തന്നെ. ഇത് കണ്ട്, ഇതൊരു ലോക്കൽ സ്റ്റോറായി ഇവിടുത്തെ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രണ്ടിലിരുന്ന് ഉള്ള ഈ യാത്രയാണ്. നമ്മൾ തൊട്ടടുത്തൂടെ ബോട്ടൊക്കെ പോകുന്ന ആ ഒരു ഫീല് ശരിക്കും അടിപൊളിയാണ്. ഇത് ഈ കാണുന്നുണ്ട്, ഇതാണ് ഇവിടുത്തെ തുണിക്കടകൾ, മാർക്കറ്റ് മെയിനായിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ്. നമ്മൾ തൊട്ടടുത്തോട് നിർത്തി അവരെല്ലാ പ്രോഡക്റ്റും നമ്മളെ കാണിക്കുകയും ചെയ്യും. പിന്നെ ഇതാണ് ഇവിടുത്തെ ഐലൻഡ്. ഇത് ചുറ്റും വെള്ളമാണ്. എന്നിട്ട് ഇവിടെ വെള്ളം കുറയുമ്പോൾ ഈ ഐലൻഡ് താഴുകയും പിന്നീട് വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഈ ഐലൻഡിന് ഹൈറ്റ് വരികയും ചെയ്യും. പ്രത്യേകിച്ച് ഈ വീടിൻ്റെ കാര്യം, ഈ ഒരു വീടേ ഉള്ളൂ ഈ ഐലൻഡിൽ. എന്തൊക്കെയല്ലേ ഏത് വന്നു അപ്പോൾ പാടികൂട്ടല്ല ആ പാട്ടെങ്കിലും കീർച്ചക്രയിലെ ആ സോങ് ഷൂട്ട് ചെയ്തത് ഈ ദാൽ ലേക്കിലാണ്. ഇനി കുറച്ച് നേരം കപ്പിത്താനെന്ന് പറഞ്ഞ് ഞാൻ കയറിയിരുന്ന ആദ്യം കുറച്ച് പാടുപെട്ടെങ്കിലും പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇതിങ്ങനെ തുഴഞ്ഞ് ഇതിലെ പോകാൻ ഭയങ്കര അടിപൊളി ഒരു സ്പോട്ടാണിത്. അതുപോലെ ടീ വലിയ താല്പര്യമില്ലാത്ത ഞാനിപ്പോൾ ഇത് കവാറ്റി തപ്പിനകത്തോടെ നടക്കും. അത് എന്തായാലും ഈ വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ കുടിക്കാൻ കിട്ടിയിട്ടുണ്ട്. कोई बात नहीं सर, बनाया आपके लिए कश्मीरी कहवा। ये यहाँ का फेमस है, नोवल टी है। ये यहाँ पे मुगल लोग पीते थे। ओके, इसमें होता है कि ये इलायची होता है, दालचीनी होता है, सफेसान होता है। मैं केसर नहीं डालता हूँ अपने कहवे में। भैया 4 कहवा चार कहवा बनाया ना आपके लिए सर, स्पेशल कहवा। आप हाँ। ब्रदर क्या केरला से? केरला से। केरला से। പുള്ളി പറഞ്ഞ ഇവിടുത്തെ മുഗൾസ് ഒക്കെ ഇത് കുടിച്ചോണ്ടിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനകത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് എനിക്കതൊന്നും മനസ്സിലായില്ല. പണ്ടത്തെ ഹിന്ദി ക്ലാസ്സിലിരിക്കുന്ന തൊട്ട് തന്നെ ഞാൻ എല്ലാത്തിനും തലയാട്ടി കൊടുത്തിട്ടുണ്ട്. बोला ब्रदर ओह, फेमस कहवा। थैंक यू ब्रदर। वेलकम। वो देखो कैसा है कहवा हमारा, एकदम मसाला है। अच्छा है ब्रदर, अच्छा। अच्छा है सर। ഇനി നേരെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹരീസ കഴിക്കാനാണ് പോകുന്നത്. ഈ തണുപ്പത്ത് ഹരീസ ഇല്ല സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര തണുപ്പായതുകൊണ്ട് ആ ഒരു ചൂട് കിട്ടാൻ നല്ലതാണ്. സഫ്രാനി ഹരീസയിലാണ് ഞങ്ങളിപ്പോൾ ഹരീസ കഴിക്കാൻ വന്നേക്കുന്നത്. ഇതാണ് കാശ്മീർ സീഖ് തുജ് എന്ന് പറയുന്നത്. ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കും. ഇത് മട്ടൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടും. എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. കേരിവാട മക്കനെ. ഇത് അൻവറിന് ഞാൻ ചുമ്മാ 2 വരി മലയാളത്തിൽ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ പ്രതീക്ഷിച്ചില്ല അൻവർ അത് കറക്റ്റായിട്ട് പറയുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അൻവർ കമ്പനി ആയപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഹരീസ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇതുപോലെ ഈ കുഴി പോലുള്ള ഇതിനകത്ത് 7 തൊട്ട് 8 മണിക്കൂർ വരെ മട്ടൻ വെച്ച് പതിയെ സ്ലോ കുക്ക് ചെയ്യും. എന്നിട്ട് ഇതുപോലെ എണ്ണ ഇതുപോലെ തിളപ്പിച്ച് അതിൻ്റെ മണ്ടൊക്കെ ഒഴിച്ച് ആണ് നമുക്ക് ഹരീസ് തരുന്നത് തന്നെ. ഈ ഹരീസ് ശരിക്കും പറഞ്ഞാൽ ഈ തണുപ്പത്ത് കഴിക്കാൻ ബെസ്റ്റ് ഐറ്റമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് നിൽക്കും. ഇത് ഈ തണുപ്പത്ത് മാത്രമേ കിട്ടത്തുള്ളതാണ് എന്നോട് അൻവർ പറഞ്ഞതെന്ന് തന്നെ. പിന്നെ അൻവർ ഞങ്ങളെ ഫുഡെല്ലാം കൊണ്ട് തന്നു. ഞങ്ങൾ ഹരീസിൻ്റെ കൂടെ വേറെ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ വരാൻ കുറച്ച് സമയം എടുത്തെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ എത്തി. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന ബ്രെഡ്. ഈ ബ്രെഡ് എടുത്ത് ഈ ഹരീസയുടെ കൂടെ വെച്ചാൽ നമ്മൾ ശരിക്കും കഴിക്കണ്ടേ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഹരീസ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്ത റോഗൻ ജോഷ് അങ്ങനെ മട്ടൻ്റെ പല വെറൈറ്റീസ് ഓർഡർ ചെയ്തു. പക്ഷേ എന്തായാലും കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഹരീസ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ഹരീസയ്ക്ക് ഞങ്ങൾ അടിയായിരുന്നു. എന്നാലും ഇച്ചിരി ഏറെ എടുത്തുകൊണ്ട് അത് ഏതായാലും ലാഭമായി. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി വരുത്താനുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സന്ദീപ്, അവൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ചിക്കനാണ് അവൻ ഓർഡർ ചെയ്തത്. അവസാനം അവൻ മാത്രമായിട്ട് ഓർഡർ ചെയ്ത ബട്ടർ ചിക്കനോട് അടി നടന്നത്. കാരണം ഹരീസ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ അവൻ്റെ ബട്ടർ ചിക്കനിലോട്ട് കയറി. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിച്ച് ഞങ്ങളുടെ ലൈഫിലെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ഈ കാശ്മീർ എന്ന സ്വർഗവും ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഞങ്ങൾ ഡൽഹിക്ക് പോവുകയാണ് വന്ദേ ഭാരതിൽ. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.